ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ദാ ഇന്നൊരു പുതിയൊരു നോമ്പ് തുറയായിട്ട് വന്നേക്കണേ. എവിടേക്കുമല്ല, ഇന്ന് ഉമ്മാൻ്റെ വീട്ടിൽ പടിയൂരാണ് നോമ്പ് തുറ. അവിടെ തൊട്ടപ്പുറത്ത് തന്നെ മാമാൻ്റെ വീടുണ്ട്, അവിടെയാണ്. അപ്പോൾ നമുക്ക് അകത്തോട്ടേക്ക് പോകാം. അവിടെ ദാ എൻ്റെ മോൻ താഴെ ഇരുന്ന് ഒറ്റയ്ക്ക് കളിക്കുന്നത്, താടി കൈകൊണ്ട് വെച്ചിരിക്കുന്ന എൻ്റെ ഉമ്മയാണ്, അപ്പുറത്തേക്കാണ് അമ്മായിയുടെ ഉമ്മയാണ്. അപ്പോൾ അടുക്കളോട്ടേക്ക് പോകുമ്പോൾ അതാ നിൽക്കുന്നു അമ്മായിയും ഇത്താത്തയും ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ കേട്ടോ. നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാരങ്ങ വെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട്, കസേഴ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ദാ ഇത് കുരുലാത്ത മുന്തിരി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്നത്. അവിടെ അപ്പുറത്തെ മാമാടെ അടിപൊളി പായസം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും റമളാൻ്റെ നോമ്പ് തുറക്ക് മാമ ഇങ്ങനെ പായസം ഉണ്ടാക്കുക, സൂപ്പറാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ വേറൊരു അമ്മായി. നേരത്തെ ഉമ്മച്ചിയുടെ കൂടെ ഞാൻ കണ്ടില്ലേ, ഒരു അമ്മായിയുടെ ഉമ്മ എന്നുണ്ട്, അത് ഇത് തന്നെ കേട്ടോ, ഈ അമ്മായിയുടെ ഉമ്മ കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് ഞാൻ വീഡിയോ കൊണ്ട് വന്നപ്പോണ്ടല്ലോ, ക്യാമറ കൊണ്ടുവന്നപ്പോൾ രണ്ടാളും ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് ഇപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നത് എൻ്റെ മാമാടെ മോളുടെ ഫ്രണ്ടാണ്. അപ്പോൾ ഒരു നോമ്പ് തിരക്ക് കുറച്ച് പ്ലാനിങ്ങിലൊക്കെയാണ്, ലൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞങ്ങൾ. അപ്പോൾ ലൈറ്റൊക്കെ എടുത്ത് അവളെ വീട്ടിൽ പോയതാണ് മതിലകത്ത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വരാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി ലൈറ്റൊക്കെ ആയിട്ട്. ഇതേ അവൾ സാലും അവളെ ഫ്രണ്ട്സ് മാമാടെ മോളാണ്. അപ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് നോമ്പ് തുറ ഇന്ന് മേളിലാണ്, വീടിൻ്റെ മേളിൽ ഇവർ മാത്രമായിട്ട് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് വേറൊരു ഇത് എന്തൊക്കെയോ ഉണ്ട്. അതിന് വേണ്ടി ലൈറ്റൊക്കെ ലൈറ്റൊക്കെ ഇങ്ങനെ ചുറ്റിപ്പടഞ്ഞ് കിടക്കണം, ഞങ്ങളിങ്ങനെ അതൊക്കെ ശരിയാക്കണം. അപ്പോൾ ഇവിടെ താഴെ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്കൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മേലയിലാണ് ഫ്രണ്ട്സും സാലും ഒക്കെ കൂടിയിട്ട് നോമ്പ് തുറക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്ലേറ്റിലേക്കൊക്കെ. ഇതാ കണ്ട പായൊക്കെ ഇട്ട് അതിൽ അമ്മയുടെ മുണ്ടൊക്കെ വിരിച്ചിട്ടിട്ട് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നിരത്തി വയ്ക്കുക. അവിടെ നല്ല രസമാട്ടോ, എനിക്കും തോന്നി അടിപൊളിയാണ്. അപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ടുണ്ടോ, ഇത്താ വായോ, ക്യാമറയും കൊണ്ട് വായോ, നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാ ലൈറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്, ഓരോ പ്ലേറ്റിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ ചുറ്റിയൊക്കെ ഇങ്ങനെ അവരിങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ വെക്കി ഇങ്ങനെ വെക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഇടയിൽ ഓരോ ഫ്രണ്ട്സുകൾ ഇതേ ഓരോ പ്ലേറ്റിൽ ഇങ്ങനെ സ്നാക്സും ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ലൈറ്റൊക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. ആ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ ഫൈനലി നോക്കിയേ, ഇങ്ങനെ ആയിട്ടാ ലുക്ക്, അടിപൊളിയായിരുന്നു. ആ നേരത്ത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പോരാത്തതിന് നോമ്പ് തുറക്കുന്ന ടൈമായപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറുതായിട്ട് മഴക്കാറൊക്കെ ഇങ്ങനെ മൂടി നിൽക്കുകയായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ പെയ്തു, നല്ല രസമായിരുന്നു. അപ്പം ഞങ്ങളും ഇവരെ കൂടെ നോമ്പ് തുറക്കാനും കൂടി ഇരുന്നു, ഞാനും എൻ്റെ ഇത്താത്തയും കൂടിയിട്ട്. ബാക്കി എല്ലാവരും താഴെയായിരുന്നു. താഴെ പോവാത്തായിരുന്നോണ്ട് അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. നോമ്പ് തുറ ഈ മേലിൽ ഞങ്ങൾ മാത്രമല്ല എടുത്തിട്ടുള്ളൂ, ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തത് ഞങ്ങളെല്ലാവരും നോമ്പ് തുറക്കുകയാണ്. ആദ്യം ഈന്തപ്പഴം കഴിച്ചു, പിന്നെ വെള്ളം കുടിച്ചു, മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, നാരങ്ങ വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ മാമാടെ പായസം ഉണ്ടായിരുന്നു, അത് രക്ഷ ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റായിരുന്നു പായസം, സേമിയ പായസമായിരുന്നു. ഇരുട്ടായതുകൊണ്ട് ഞങ്ങളെ മാത്രം കാണില്ല. അവസാനം എല്ലാവരും കഴിച്ചത് ഒരു വിധമായി, ഒക്കെ കാലിയായി ഒരു വിധം. നല്ല രസമായിരുന്നു കേട്ടോ. സാലുവിൻ്റെ ഫ്രണ്ട്സൊക്കെ നല്ല കോമഡി ആയിരുന്നു. പിന്നെ ഞങ്ങൾ താഴോട്ടൊക്കെ വന്നു, ഒരു ചായയൊക്കെ ഞാൻ കുടിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പുറത്തുണ്ട്, വെറുതെ ഇങ്ങനെ മഴയൊക്കെ പെയ്യണം, നല്ല മഴ. സാലുവിൻ്റെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് പോകണ്ടായിരുന്നുകൊണ്ട് അവരും വേഗം ഫുഡൊക്കെ കഴിച്ചു. മേലയിൽ ഇരുന്നിട്ടാണ് അവർ കഴിച്ചത്. അവരവിടെ തന്നെ ഇരിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ താഴെ വന്നിട്ട് ഞങ്ങളൊക്കെ ഇവിടെ നിന്നിട്ടാണ് കഴിച്ചത്. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു ബീഫ് ബിരിയാണി.
അപ്പം ഞാനും ഇട്ടു കഴിച്ചു. ബീഫൊക്കെ അങ്ങോട്ട് ഇട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ നമ്മൾ നോമ്പ് തുറന്നായതുകൊണ്ട് കുറേ ഒന്നും കഴിച്ചില്ല, അധികമൊന്നും കഴിക്കാൻ പറ്റിയില്ല. കുറച്ച് കഴിച്ചപ്പോൾ തന്നെ വേഗം തന്നെ വയറൊക്കെ ഫില്ലായി. അത് അമ്മായിയുടെ ഉമ്മ കേട്ടാ, നമ്മീ വീട്ടിലേക്ക് വന്നില്ലേ അവിടുത്തെ അമ്മായിയുടെ ഉമ്മ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അയ്യോ വയറൊക്കെ നിറഞ്ഞ് അനങ്ങാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അതാ അവിടുത്തെ അമ്മായിയുടെ ബ്രദറിൻ്റെ മോളുടെ വക ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല കുട്ടിയാട്ടോ, ഒരു ജാടൊന്നുമില്ല, പറഞ്ഞ പോലെ വേഗം തന്നെ പാട്ടുകളൊക്കെ പാടിത്തന്നു നമുക്ക്. അതിൻ്റെ വേറൊരു പാട്ടും കൂടിയും പാടി. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് അതാ ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ പോവുകയാണ്. അതേ മേലിലൊക്കെ ചെന്ന് സാലുവിൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് പോവാണെന്ന് പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാവരും കെട്ടിപ്പിടിച്ച് പോവാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണില്ല എല്ലാവരും. പിന്നെ അങ്ങനെ ഇങ്ങനെ നിൽക്കും, അറിയാലോ, പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊന്നും. അയ്യോ അപ്പം തന്നെ ഒരുവിധം വയ്യാണ്ടായി. മഴയില്ലാത്ത കാരണം ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ്. മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ പെയ്തില്ല. മാമ എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഫൈനലി ഇതാ ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോകുന്നു. എല്ലാവരോടും ടാറ്റ ബൈ ബൈ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.